ഈ പൊടി ദോശയുടെ ഒക്കെ പൊടിയില്ലേ, അതെങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ. ഇതൊരു ശരിയായ രീതിയല്ല എങ്കിലും നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. ഒരു ബൗള് ഉഴുന്നെടുത്തിട്ട് അതൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്യാം. നല്ലപോലെ ചുവന്ന കളർ വരണ വരെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണം. വറുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, നല്ല എണ്ണ ഒഴിച്ചിട്ട്, ഒരു പിടി വറ്റൽമുളക് അത് വറുത്തെടുക്കുക. അതിലേക്ക് അല്പം കറിവേപ്പില ആഡ് ചെയ്യുക. അതും നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം 2 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. മുഴുവൻ മുളക് ഉണ്ടെങ്കിൽ എൻ്റെ പൊടിയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അതിട്ടു. അതിനുശേഷം കുറച്ച് കായത്തിൻ്റെ പൊടി അത് ആഡ് ചെയ്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം വറുക്കാൻ കരിഞ്ഞു പോകും. പൊടിയായതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. അത് വറുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇനി എല്ലാം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് നല്ലപോലെ പൊടിയാക്കി എടുക്കുക. ദോശ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു ദോശ ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടിയൊന്ന് ദോശയുടെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക. പൊടി ദോശ റെഡി. നിങ്ങൾ തയ്യാറാക്കി നോക്കാം. അഭിപ്രായം പറയാം.